നമസ്കാരം. പ്രധാന വാർത്തകൾ. കരിമ്പുഴയിൽ പനി കേസുകൾ നിയന്ത്രണ വിധേയമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ്. പുതിയ കേസുകൾ കുറഞ്ഞു. കഴിഞ്ഞ ദിവസം പനി ബാധിച്ച് മരിച്ചയാൾക്ക് H1N1 എന്ന് സ്ഥിരീകരണം. മഞ്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 16 കിലോയിലധികം കഞ്ചാവുമായി മേലാറ്റൂർ സ്വദേശി പിടിയിൽ. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിടികൂടിയത് സാഹസികമായി. മുണ്ടൂർ തൂതാപാതയിലെ അശാസ്ത്രീയമായ ഡ്രെയിനേജ് നിർമ്മാണം. മഴ പെയ്താൽ തിരുവാഴിയോടെ വെള്ളവും ചെളിയും ഒഴുകിയെത്തുന്നത് കടകൾക്കുള്ളിലേക്ക്. ദുരിതത്തിലായി വ്യാപാരികൾ. നിർമ്മാണ സമയത്ത് തന്നെ പ്രശ്നം ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ ചെവിക്കൊണ്ടില്ലെന്ന് നാട്ടുകാർ. സ്വകാര്യ പങ്കാളിത്തത്തോടെ പെരിന്തൽമണ്ണ KSRTC ഡിപ്പോ നവീകരിക്കുന്നു. അടുത്ത 5 വർഷത്തേക്ക് ഡിപ്പോയുടെ നവീകരണ പ്രവൃത്തികൾ പ്രമുഖ ആശുപത്രിക്ക് നൽകി. ഇരു സ്ഥാപനങ്ങളും ധാരണാപത്രം ഒപ്പുവെച്ചു. സിഗ്നൽ സ്ഥാപിച്ചിട്ടും കൊപ്പം ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനായില്ല. ട്രാഫിക് കമ്മിറ്റി യോഗം വിളിച്ച് പഞ്ചായത്ത് കൂടുതൽ ഗതാഗത പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനം. വിശദമായ വാർത്തകൾ നോക്കാം. കരിമ്പുഴയിൽ കഴിഞ്ഞ ദിവസം പനി ബാധിച്ച് മരിച്ചയാൾക്ക് H1N1 സ്ഥിരീകരിച്ചു. ജൂൺ 22-ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട എളമ്പുളശ്ശേരി കറിയോട് ഇരട്ടക്കുളം സ്വദേശി 77-കാരനായ ഉണ്ണികൃഷ്ണനാണ് H1N1 സ്ഥിരീകരിച്ചത്. അതേസമയം പഞ്ചായത്തിൽ പനി കേസുകൾ നിയന്ത്രണ വിധേയമായതായി പ്രസിഡന്റ് അറിയിച്ചു. നിലവിൽ കരിമ്പുഴ പഞ്ചായത്തിൽ പുതിയ H1N1 കേസുകളൊന്നും തന്നെയില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി അറിയിച്ചു. മുൻപ് ആറ്റശ്ശേരിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന 2 കേസുകളും പൂർണ്ണമായി ഭേദമായിട്ടുണ്ട്. മറ്റ് പകർച്ചവ്യാധികളൊന്നും നിലവിൽ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, വിവിധ സംഘടനകളിലെ പ്രവർത്തകർ എന്നിവരെല്ലാം പഞ്ചായത്തുമായി സഹകരിച്ച് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതുകൊണ്ടാണ് ഡെങ്കിപ്പനി നിരക്ക് ഇത്രയും വേഗത്തിൽ കുറയ്ക്കാൻ കഴിഞ്ഞതെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. രോഗവ്യാപനം കുറഞ്ഞെങ്കിലും ജനങ്ങൾ ആരും തന്നെ ജാഗ്രത കൈവിടരുതെന്നും കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി പറഞ്ഞു. മുൻപ് 160ഓളം ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന സ്ഥാനത്ത് നിലവിൽ അത് 10-ൽ താഴെയായി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. നിലവിൽ H1N1 കേസുകളില്ല. ഇപ്പോൾ ആറ്റാശ്ശേരിയിൽ 2 കേസുകളുണ്ടായിരുന്നു, അതൊക്കെ പൂർണ്ണമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ കരിമ്പുഴ പഞ്ചായത്തിൽ ഇപ്പോൾ ഡെങ്കിപ്പനിയുടെ കേസ് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ 10ൻ്റെ ചോടെയുള്ള കേസുകളെ ഇപ്പോൾ കരിമ്പുഴ പഞ്ചായത്തിലുള്ളൂ ഡെങ്കിപ്പനി. ഇപ്പോൾ വേറെ മറ്റ് അസുഖങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ പഞ്ചായത്തിൽ റിപ്പോർട്ടില്ല. അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഇടപെടൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് 140-160 ഡെങ്കിപ്പനികൾ ഉണ്ടായിരുന്നത് ഈ 10ൻ്റെ ചോടെ ആക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ എല്ലാ ആളുകളും പഞ്ചായത്തിനെ സഹായിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും മറ്റ് സംഘടനകളും എല്ലാവരും പേരെടുത്ത് ഞാൻ പറയണില്ല, എല്ലാവരും സഹായിച്ചത് കൊണ്ട് തന്നെയാണ് ഡെങ്കിപ്പനിയുടെ കേസ് നമുക്ക് കുറക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡെങ്കിപ്പനിയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകളെല്ലാവരും ജാഗ്രതയിൽ തന്നെ ഇപ്പോഴും ഇരിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീടും പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് ഈ ഇടപെട്ടിട്ടുള്ള മഴ പെയ്യുന്നതാണ് ഇത് പ്രശ്നം. കൊതുകുകൾ കൂടുതൽ വളരാനുണ്ടാകുന്ന ഒരു സാഹചര്യം ഇടപെട്ടിട്ടുള്ള മഴയാണ്. അപ്പോൾ അതിൽ ജനങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കണം. എല്ലാവരും വീടും പരിസരവും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം. അത് ജനങ്ങൾ വിചാരിച്ചാലേ നമുക്ക് പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള പനികളൊന്നും വരാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ ജൂൺ 22-ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട എളമ്പുളശ്ശേരി കരിയോട് ഇരട്ടക്കുളം സ്വദേശി 77-കാരനായ ഉണ്ണികൃഷ്ണനാണ് H1N1 സ്ഥിരീകരിച്ചത്. തുടർ പരിശോധനകളിലാണ് മരണകാരണം H1N1 ആണെന്ന് വ്യക്തമായത്. ഇടവിട്ട് പെയ്യുന്ന മഴ കൊതുകുകൾ പെരുകാൻ ഇടയാക്കുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾ തുടർന്നും ജാഗ്രത പാലിക്കണമെന്നും നിലവിൽ നടക്കുന്ന 2 ആഴ്ചത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. മഞ്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 16 കിലോയിലധികം കഞ്ചാവുമായി മേലാറ്റൂർ സ്വദേശി പിടിയിലായി. എപ്പിക്കാട് തയ്യിൽ വീട്ടിൽ നിഹാൽ മുഹമ്മദിനെയാണ് മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് പിന്തുടരുന്നത് കണ്ട് നിരവധി വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പിടികൂടിയത്. മഞ്ചേരി, പാണ്ടിക്കാട്, മേലാറ്റൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ചില്ലറ വിൽപ്പനക്കാർക്കായി കൊണ്ടുവന്ന 16 കിലോയിലധികം വരുന്ന കഞ്ചാവുമായാണ് മേലാറ്റൂർ എപ്പിക്കാട് സ്വദേശി തയ്യിൽ നിഹാൽ മുഹമ്മദ് അറസ്റ്റിലായത്.
മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡാൻസ് ഓഫ് സംഘത്തിന്റെയും മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ മനോജ് കെ ഗോപി, സബ് ഇൻസ്പെക്ടർമാരായ അഖിൽ രാജ്, വാസുദേവൻ ഓട്ടുപാറ എന്നിവരുടെ നേതൃത്വത്തിലാണ് കഞ്ചാവ് പിടികൂടിയത്. മഞ്ചേരി ചമയം ജംഗ്ഷനിൽ നിന്നുമാണ് പിടികൂടിയത്. പോലീസ് സംഘം പ്രതിയുടെ വാഹനത്തെ പിന്തുടരുന്നത് സംശയിച്ച പ്രതി നിരവധി വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതി കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചത്. കഞ്ചാവ് കൊണ്ടുവരാൻ സഹായം ചെയ്തവരെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ അശാസ്ത്രീയമായ ഡ്രെയിനേജ് നിർമ്മാണം മൂലം ദുരിതത്തിലായി തിരുവാഴിയോട് മന്നത്ത് ഗണപതി ക്ഷേത്രത്തിന് സമീപത്തെ വ്യാപാരികളും ജനങ്ങളും. മഴ ശക്തമാകുമ്പോൾ തിരുവാഴിയോട് സെന്ററിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളം മുഴുവൻ മന്നത്ത് ക്ഷേത്രത്തിന് സമീപം കെട്ടിക്കിടന്ന് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇരച്ചു കയറുകയാണ്. ചെളിയും മണ്ണും നിറഞ്ഞ വെള്ളം കടകൾക്കുള്ളിലേക്ക് കയറുന്നത് മൂലം വ്യാപാരികൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. മംഗലാംകുന്ന് തിരുവാഴിയോട് ഭാഗത്തു നിന്നും ഡ്രെയിനേജ് വഴി ഒഴുകിവരുന്ന ചെളിയും മണ്ണും കല്ലും മന്നത്ത് ക്ഷേത്രത്തിനു സമീപം അടിഞ്ഞുകൂടി ഓട പൂർണ്ണമായി അടഞ്ഞ നിലയിലാണ്. ഇതോടെയാണ് വലിയ അളവിൽ ചെളിവെള്ളം റോഡിലൂടെ പരന്നൊഴുകി സമീപത്തെ കടകളിലേക്ക് കയറാൻ തുടങ്ങിയത്. റോഡ് പണി ആരംഭിക്കുന്ന സമയത്ത് തന്നെ തിരുവാഴിയോട് സെന്ററിൽ നിന്നുള്ള വെള്ളം ഇത്തരത്തിൽ ഒഴുക്കിവിട്ടാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ഡ്രെയിനേജ് അടഞ്ഞുപോകുമെന്നും പ്രദേശവാസികൾ അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അന്ന് ജനങ്ങളുടെ പരാതികൾക്ക് പുല്ലുവിലയാണ് അധികൃതർ നൽകിയതെന്നും റോഡ് പണിയെടുക്കുന്ന എഞ്ചിനീയർമാരെക്കാളും വലിയ അറിവ് നിങ്ങൾക്കുണ്ടോ എന്ന രീതിയിൽ ജനങ്ങളെ പരിഹസിക്കുന്ന സമീപനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പണി നടക്കുന്ന സമയത്ത് തന്നെ ഡ്രെയിനേജിൽ തങ്ങിക്കിടക്കുന്ന ചരലും മണ്ണും പൂർണ്ണമായി നീക്കം ചെയ്ത് മാത്രമേ നിർമ്മാണം പൂർത്തിയാക്കാവൂ എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അന്നത് തള്ളിക്കളഞ്ഞ അധികൃതരുടെ അനാസ്ഥയ്ക്ക് ഇപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നത് ഇവിടുത്തെ വ്യാപാരികളാണ് എന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇവിടെ ഈ ചരല് വന്ന് തൂർന്നിട്ട് വെള്ളം കൂടെ പോകില്ല കൂടെ. ഇതന്ന് പണി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇതിങ്ങനെ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ കമ്പി മുറിച്ചെടുക്കണം, പിന്നെ ആ ഓവിൻ്റെ ഉള്ളിൽ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മാന്തിയൊക്കെ പറ്റുമോ പറഞ്ഞപ്പോൾ അവർ ആരോടെ പറഞ്ഞു, ഇപ്പൊ ഹിന്ദിക്കാരായിരുന്നു, അവരെ ചെയ്തു, അവർ പോയി. അത് ആ വീട്ടിൽ 2 വീട് വെള്ളം കയറിയതാ, ഇതൊക്കെ വെള്ളം കയറിയിട്ടതായി. ഞങ്ങളുടെ കടറ അവിടെ ഇങ്ങനെ വെള്ളം എന്തിരുന്നു, വണ്ടികൾ ഇങ്ങോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി ആ റോഡ് വരേക്ക് ചരല കടന്നിരുന്നു. ഇത് 4 ദിവസം മഴ പെയ്തേക്കോ ഫുള്ള് ചരലായിട്ട് അവിടെ നിന്ന് തൂർന്നു. അവർ വന്ന് മാന്തിക്കൊണ്ടായി കാര്യത്തിൽ പറഞ്ഞു. ഇത് ഭയങ്കര കേട്ടോ, ചാരൊക്കെ തൂർന്നുണ്ട്, ചരല് എത്ര കുണ്ടുള്ളൂ, കാല് ഒരടി കുണ്ടുണ്ടാവും, 2 അടി തൂർന്നു നടക്കുക, അങ്ങനെ പറയാനുള്ളൂ. അവരെന്താ നടപടി എടുക്കണം, പഞ്ചായത്താലും വേണ്ടില്ല, ആയാലും വേണ്ടില്ല. പഞ്ചായത്ത് മെമ്പർ ഇവിടെ ഉണ്ട്, അവനോട് ഞാൻ നോക്കിയാൽ നാട്ടുകാരുടെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ ഇതിനിടയ്ക്ക് കംപ്ലൈൻറ്റ് ചെയ്താണ്. എന്നിട്ട് അന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ശരിയാക്കാറുണ്ട്, അവർ അവിടെ നിന്ന് വന്ന് മാന്താൻ പറ്റില്ലാറുണ്ട്. അപ്പോൾ പറഞ്ഞു മാന്തിക്കോളങ്ങൾ അവിടെ നിന്ന് ഒന്നും വരാൻ പറഞ്ഞിട്ട് അവിടെ നിന്നുള്ള വെള്ളം അതിനൊഴിച്ചു പോകുന്നു. വെള്ളം പരന്നൊഴുകിയതിനെ തുടർന്ന് ദുരിതത്തിലായ പ്രദേശവും വ്യാപാര സ്ഥാപനങ്ങളും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പറുമായ രവിശങ്കർ സന്ദർശിച്ചു. ഡ്രൈനേജിന്റെ വീതിക്കുറവും അശാസ്ത്രീയമായ നിർമ്മാണ രീതിയും കാരണം ചെളിയും മണ്ണും അടിഞ്ഞുകൂടി ഈ പ്രദേശം വെള്ളത്തിനടിയിലാകുമെന്ന് മുൻപ് തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണെന്ന് രവിശങ്കർ പറഞ്ഞു. ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചതിന്റെ ഫലമാണ് ഇപ്പോഴുണ്ടായ ദുരിതമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ റോഡ് പണി തുടങ്ങിയ സമയത്ത്, റോഡ് പണി തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള ജനങ്ങള് ഇതിന്റെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞതാണ്, ഈ തരത്തിൽ ഇവിടെ ഒരു ഡ്രെയിനേജ് പണിത് കഴിഞ്ഞാൽ ഇത് വലിയ അപകടമായിരിക്കും, ഒരുപാട് വെള്ളം ഒഴിഞ്ഞു പോകേണ്ട ഒരു സ്ഥലമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. ഒരുപാട് എല്ലാ ഭാഗത്തു നിന്നും വരുന്ന വെള്ളം ഒഴിഞ്ഞു പോകുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അതിനനുസരിച്ച് നല്ല കപ്പാസിറ്റി ഉള്ള ഒരു നല്ല ഡ്രെയിനേജ് പണിയണം, അതിനുള്ള സൗകര്യം ഇപ്പൊ തന്നെ നമ്മൾ അതിനുള്ള കാണണമെന്ന് നമ്മൾ അന്നേ ഇവിടുത്തെ അധികാരികളുടെ അടുത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് നമ്മൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു. അന്ന് അവർ നമ്മളെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഈ വർക്ക് കഴിയാതെ നിങ്ങൾ എങ്ങനെ ഇതിലൊരു അഭിപ്രായം പറയാ, നിങ്ങൾക്ക് എന്താ അങ്ങനെ പറയാൻ കഴിയുക, ഞങ്ങൾ എഞ്ചിനീയർമാരാണ്, ഈ വർക്ക് ഞങ്ങൾ അത്രയും പ്ലാൻ ചെയ്തിട്ട് ചെയ്യണതാണ് എന്നാണ് പറഞ്ഞത്. അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞ് പോയി. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞ പോലെ, ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ വെള്ളക്കെട്ട് ഭയങ്കര രൂക്ഷമായി. മഴ പെയ്തു കഴിഞ്ഞാൽ, ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഒന്നിച്ച് വെള്ളം, മംഗലാംകുന്ന് മുതൽക്കുള്ള വെള്ളം ഈ ഡ്രെയിനേജ് കൂടെ തിരുവാഴിട്ട് കൂടെ ഇവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഈ ഡ്രെയിനേജിന്റെ ഉള്ളിൽ മൊത്തത്തിൽ മണ്ണടിഞ്ഞിരിക്കുകയാണ്. ആ വെള്ളം പോകാനുള്ള സൗകര്യം ഡ്രെയിനേജിലില്ല. ഒന്നില്ലെങ്കിൽ ആ മണ്ണ് മാറ്റണം, ഡ്രെയിനേജ് കുറച്ചും കൂടി ആഴത്തിൽ നമ്മൾ സജ്ജീകരിക്കേണ്ടി വരും. അല്ലാതെ ഇത്രയും വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സാഹചര്യമില്ല. അങ്ങനെ ഒഴിഞ്ഞു പോവാതെ ആകുമ്പോൾ ഇവിടെയുള്ള കടകളിലേക്ക് വെള്ളം കയറുകയാണ്. ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും കടകളിലേക്ക് വെള്ളം കയറുകയാണ്, വീടുകളിലേക്ക് വെള്ളം കയറുകയാണ്. വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ആളുകൾ. ഈ പ്രശ്നത്തിന് എത്രയും വേഗം ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നും ഡ്രെയിനേജിലെ തടസ്സങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാനും വെള്ളം സുഗമമായി ഒഴുക്കിവിടാനും
പൊതുമരാമത്ത് വകുപ്പും കരാറുകാരും തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുമെന്നും രവിശങ്കർ പറഞ്ഞു. സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചിട്ടും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന കൊപ്പം ടൗണിൽ കൂടുതൽ ഗതാഗത പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനം. പഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സലയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് ഗതാഗതം സുഗമമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചത്. നിലവിൽ ഇടിമിന്നലിൽ തകരാറിലായ സിഗ്നൽ ലൈറ്റിന്റെ തകരാർ ഉടൻ പരിഹരിക്കാൻ ആവശ്യമായ നടപടികളും സ്വീകരിച്ചു. ഒരാഴ്ചയോളമായി സിഗ്നൽ സംവിധാനം പ്രവർത്തിക്കുന്നില്ല. ടൗണിൽ ഫ്രീ ലെഫ്റ്റ് സംവിധാനം നടപ്പാവുന്നില്ല. ഇത് സ്വകാര്യ ബസ്സുകളുടെ യാത്രയെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ബസ് ജീവനക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തത്. സിഗ്നൽ ലൈറ്റ് തെറ്റിച്ച് യാത്ര തുടരുന്നവരെ കണ്ടെത്തി ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. ഇതിനായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. സിഗ്നൽ സംവിധാനത്തിന് സമീപമുള്ള ഓട്ടോ സ്റ്റാൻഡുകൾ പുനഃക്രമീകരിക്കും. ബസ് സ്റ്റോപ്പുകളിലും മാറ്റങ്ങൾ വരുത്തും. സിഗ്നൽ സംവിധാനത്തിന് സമീപം പട്ടണത്തിൽ 50 മീറ്റർ ചുറ്റളവിൽ അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല. ഇതിനായി നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കും. സീബ്ര ലൈനുകൾ മാറ്റി സ്ഥാപിക്കും. സിഗ്നൽ സംവിധാനത്തിന് സമീപത്തുകൂടെയുള്ള കാൽനട യാത്രയും ഒഴിവാക്കും. കൂടുതൽ പോലീസുകാരുടെ സേവനം തേടും. ഇതിനായി ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകാനും യോഗത്തിൽ തീരുമാനമായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജയ് ഘോഷ്, മറ്റ് ജനപ്രതിനിധികൾ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ബസ് ഓട്ടോറിക്ഷ പ്രതിനിധികൾ, വ്യാപാരി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സ്വകാര്യ പങ്കാളിത്തത്തോടെ പെരിന്തൽമണ്ണ KSRTC ഡിപ്പോ നവീകരിക്കും. അടുത്ത 5 വർഷത്തേക്ക് ഡിപ്പോയുടെ നവീകരണ പ്രവൃത്തികൾ മൗലാന ഹോസ്പിറ്റൽ ഏറ്റെടുത്ത് നടത്തും. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഇരു സ്ഥാപനങ്ങളും ഒപ്പുവെച്ചു. നവീകരണ പ്രവൃത്തികളും ആരംഭിച്ചു. യാത്രക്കാർക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് KSRTC ഡിപ്പോകൾ ഇനി സ്വകാര്യ പങ്കാളിത്തത്തോടെ നവീകരിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. ഈ പദ്ധതിയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നവീകരിക്കുന്ന മലബാറിലെ ആദ്യ KSRTC ഡിപ്പോ ആയി പെരിന്തൽമണ്ണ ഡിപ്പോ മാറും. പ്രമുഖ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ മൗലാന ഹോസ്പിറ്റൽ ഗ്രൂപ്പ് പെരിന്തൽമണ്ണ ഡിപ്പോയുടെ നവീകരണ ചുമതല ഏറ്റെടുത്തു. 5 വർഷത്തേക്കാണ് KSRTC പെരിന്തൽമണ്ണ സബ് ഡിപ്പോ മൗലാന ഗ്രൂപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതു സംബന്ധിച്ച് മൗലാനയും KSRTCയും ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. ഇതിന്റെ ഭാഗമായി ഡിപ്പോയിലെ പ്രധാന കെട്ടിടത്തിൽ KSRTC പേരിനു മുന്നിൽ മൗലാന എന്ന് നാമകരണം ചെയ്തു. ഡിപ്പോയിൽ 1ാം ഘട്ട നവീകരണം നടന്നുവരികയാണ്. നവീകരണ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിന് മലപ്പുറം, പാലക്കാട് ജില്ലകളുടെ ചുമതലയുള്ള KSRTC മാർക്കറ്റിംഗ് ഡിവിഷൻ മാനേജർ റിജു ഡി, മൗലാന ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേഷൻസ് മാനേജർ രാമദാസ് എന്നിവർ ഡിപ്പോ സന്ദർശിച്ച് നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. അടുത്ത മാസത്തോടെ ആദ്യഘട്ട നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകുമെന്ന് മാർക്കറ്റിംഗ് മാനേജർ റിജി പറഞ്ഞു. KSRTCയുടെ ഒരു പ്രോജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പോ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞൊരു പുതിയ കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വന്നൊരു പ്രൊജക്റ്റാണ്. കുറെ കാലങ്ങളായിട്ട് തന്നെ ഇങ്ങനെ ഒരു ആശയം ഉള്ളതാണ്. അതായത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് KSRTCക്ക് എന്നും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ കുറച്ചുകൂടി ഈ സ്വകാര്യ പങ്കാളിത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് അതെങ്ങനെ സ്വകാര്യവൽക്കരണം എന്ന വാക്കല്ല കേട്ടോ അതിനെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ എന്താ പറയാ, നമ്മുടെ ഡിപ്പോയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ചില പദ്ധതികളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് പകരമായിട്ട് ആ ഡിപ്പോയുടെ മുകളിൽ അവർക്ക് നിശ്ചിത കാലാവധിയിലേക്കുള്ള ഒരു ബ്രാൻഡിങ് അനുവദിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. പ്രമുഖരായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും അങ്ങനെ ഒരു നല്ലൊരു പോസിറ്റീവ് റിപ്ലൈ വരാത്ത കാരണമാണ് ഞാൻ മൗലാനയായിട്ട് സമീപിക്കുന്നതും അവരത് വളരെ പോസിറ്റീവായിട്ട് അത് സ്വീകരിക്കുകയും വളരെ കുറഞ്ഞ സമയം കൊണ്ട്, എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ആ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഏറെ ഒരു കഷ്ടി ഒരു 2 ആഴ്ചക്കൊക്കെ തന്നെ ഞങ്ങൾക്ക് ഒരു എഗ്രിമെന്റ് സ്റ്റേജിലേക്ക്, അതായത് ഒരു പ്രൈമറി എഗ്രിമെന്റ് സ്റ്റേജിലേക്കും ഡിസ്കഷനിലേക്കും ഒക്കെ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ബാക്കിയുള്ള സ്ഥാപനങ്ങൾ ഇതൊരു മാതൃകയാക്കി എടുത്ത് നമ്മുടെ മറ്റു യൂണിറ്റുകളിലേക്ക് ഒന്ന് വ്യാപിപ്പിച്ചാൽ വളരെ നല്ല കാര്യമാണെന്ന് നമ്മൾ കരുതുന്നു. അപ്പൊ ഇതിൽ തന്നെ ഞാൻ സാറോട് ഇന്നിപ്പോ ഞങ്ങളിപ്പോ സംസാരിക്കാൻ കാരണം ഇതിന്റെ ഒരു 2ാം ഘട്ട പരിപാടികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ മനസ്സിലായി സാറുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസം യൂണിയന്റെ മീറ്റിംഗ് ഉണ്ട്, പ്രതിനിധികളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പറഞ്ഞ റിക്വയർമെന്റ്സ് കൂടെ ആഡ് ചെയ്തിട്ട് പരമാവധി നമുക്ക് അടുത്ത മാസം ഒരു ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോട് കൂടി ആദ്യഘട്ടം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. 25 ലക്ഷം രൂപയുടെ നവീകരണ പദ്ധതിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ വിവിധ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ തുക കൂടുതൽ വകയിരുത്തേണ്ടി വരും. ബ്രാൻഡിംഗ് എന്നതിലുപരി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഏറ്റെടുത്ത പദ്ധതിയാണ് ഇതെന്ന് മൗലാന ഹോസ്പിറ്റൽ സീനിയർ ഓപ്പറേഷൻസ് മാനേജർ രാംദാസ് പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് വളരെ അഭിമാനിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം റിജു പറഞ്ഞ പോലെ ഇതൊരു ബ്രാൻഡിങ്ങിലുപരി ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളൊരു എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ്, അവര് പറഞ്ഞ 15ഓളം വർക്കുകൾക്ക് ഏകദേശം ഒരു 12-13 ലക്ഷം രൂപയാണ് നമ്മളൊരു എസ്റ്റിമേറ്റ് കണക്കാക്കിയതെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഓരോ വർക്കുകളും
അവർ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നൊരിക്കലും നമ്മൾ, പ്രത്യേകിച്ച് നമ്മുടെ MD റഷീദ് സാറ് നമുക്കൊക്കെ അറിയണ തന്നെയായിരിക്കും. കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അതിന്റെ ഏതറ്റം വരെയും അത്ര വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതെന്തായാലും ഒരു 25 ലക്ഷത്തിന് അപ്പുറം പോവുകയുള്ളൂ ആ വർക്കുകളൊക്കെ തന്നെ. കാരണം നമുക്കറിയാം, ഒരു പഴയ കെട്ടിടം നമുക്കൊരു മോടി പിടിപ്പിക്കും അല്ലെങ്കിൽ അത് സർവീസിന് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെതായ ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് ജസ്റ്റ് ഒരു എസ്റ്റിമേഷൻ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. പക്ഷെ പണി എടുത്ത് വരുമ്പോഴാണ് അതിന്റെ എന്തൊക്കെ ന്യൂനതകൾ ഉണ്ട് എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ല ഭംഗിയായിട്ട രീതിയിൽ ഈ പെരിന്തൽമണ്ണക്കാർക്ക് മാത്രമല്ല, പെരിന്തൽമണ്ണയിലൂടെ വന്നു പോകുന്ന നിരവധി പാസഞ്ചേഴ്സ് ഉണ്ട്. അവരെല്ലാം അതിന്റെ വർക്ക് കണ്ട് അഭിമാനിക്കുകയും ഇതുപോലുള്ള കേരളത്തിലെ മിക്ക സ്ഥലത്തും പല സ്ഥലത്തും വളരെ ശോചനീയമായ അവസ്ഥയിലുള്ള ഡിപ്പോകളുണ്ട്. അതെല്ലാം പലരും ഏറ്റെടുത്ത് അത് ഭംഗിയാക്കി കൊണ്ടുവരാനുള്ള പ്രചോദനം കൂടി ആവും എന്നാണ് കരുതുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആധുനിക ടോയ്ലറ്റുകൾ, വെയിറ്റിംഗ് റൂം, കാലപ്പഴക്കമുള്ള പ്രധാന കെട്ടിടത്തിലെ ചോർച്ച തടയുന്നതിന് ട്രസ് നിർമ്മാണം, പെയിന്റിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നടത്താനാണ് ധാരണ. നവീകരിക്കുന്നതോടെ യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സൗകര്യം ലഭിക്കുമെന്ന് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ സി നിഷിൽ പറഞ്ഞു. കാരണം നിലവിലെ യാത്രക്കാർക്ക് നല്ല വന്നിരിക്കാനും സ്ത്രീകൾ ഈ റൂം ഉപയോഗിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. റിജു നേരത്തെ പറഞ്ഞു, അത് ആദ്യം അവരെ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വർക്ക് തുടങ്ങിയത്. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിന്റെ മുകളില് അതിന് പുറമെ ഈ പുറകിലെ ബാത്റൂം ആയിരുന്നു ഒരു വലിയ വിഷയമായിരുന്നു. അത് ആ പണി എടുത്തപ്പോഴാണ് അതിന്റെ എത്രമാത്രം പണി വിചാരിച്ചതിന് അധികം വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ മുകളിൽ ഓഫീസ് റൂമാണ്. ഓഫീസ് റൂമുകളിൽ ഇപ്പൊ എന്താ വെച്ചാൽ വേനൽക്കാലം നല്ല ചൂടുള്ള സമയമാണ്. അത് ഇതിന്റെ ഭാഗമായിട്ടാണ് സീലിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആദ്യം ഇത് പ്രോപ്പറായിട്ട് ഒരു ഫസ്റ്റ് ഫേസ് തീർക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും മൗലാന പോലുള്ള സ്ഥാപനം KSRTC ഈ സാമ്പത്തിക രീതിക്കുള്ളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു പ്രൊജക്ടിന് തയ്യാറായതിന് സന്തോഷമുണ്ട്. കുലുക്കല്ലൂർ പഞ്ചായത്തിലെ അടഞ്ഞുകിടക്കുന്ന ടേക്ക് എ ബ്രേക്ക് കേന്ദ്രത്തിന് മുന്നിൽ റീത്ത് വെച്ച് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. കേന്ദ്രം ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം പുതിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ മൂലമാണ് അടഞ്ഞുകിടക്കുന്നത് എന്നാരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. നിരവധി ആളുകൾ എത്തുന്ന മുളയങ്കാവ് ടൗണിലെ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം കാളവേല സമയത്ത് പോലും തുറന്നുകൊടുക്കാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് നേതാക്കൾ ആരോപിച്ചു. KP അഭിജിത്ത്, അജയ്കുമാർ, വിഷ്ണു, പ്രണവ്, അജയ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള ടേക്ക് എ ബ്രേക്ക് പൊതു ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലും ഒരു ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം ഈ ടേക്ക് എ ബ്രേക്ക് പൂട്ടിപ്പോകുന്ന സ്ഥിതിയാണ് നിലവിലുണ്ടായിട്ടുള്ളത്. മുളയൻകാവ് ടൗണിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു ടൗണാണ്. ആ ടൗണിനോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസിലും നിരവധി ആളുകൾ ഒരു ദിവസം വന്നു പോകുന്നുണ്ട്. അതിന് തൊട്ടടുത്താണ് ഈ ടേക്ക് എ ബ്രേക്ക് ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും വലിയ കാളവേലയും പൂരവും നടക്കുന്ന ഈ മുളയൻകാവിൽ ആ ദിവസം പോലും ഈ ഒരു സംവിധാനം തുറന്നു കൊടുക്കാതെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രൂപത്തിലുള്ള വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധികളും മറ്റും പടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ പൊതു ടോയ്ലറ്റ് സംവിധാനം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് DYFIക്ക് പറയാനുള്ളത്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി DYFI മുന്നോട്ട് പോകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കോട്ടോപ്പാടം കച്ചേരിപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ നടത്തിയ പ്രതിഷേധ സമരം ഫലം കണ്ടു. പാതയ്ക്ക് വശത്തെ അഴുക്കുചാലിലെ മണ്ണ് നീക്കം ചെയ്തു. റോഡിലെ പൊളിഞ്ഞ ഭാഗങ്ങളിൽ GSP മിശ്രിതം നിരത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പാറപ്പുറം മുതൽ കച്ചേരിപ്പറമ്പ് കുന്നശ്ശേരി വരെയുള്ള ഭാഗത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും അടഞ്ഞ അഴുക്കുചാൽ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച റോഡ് ഉപരോധിച്ചത്. ഇതിനു പിന്നാലെയാണ്
GSP മിശ്രിതം നിരത്തി കുഴികൾ അടയ്ക്കാനും മണ്ണുമൂടിയ അഴുക്കുചാൽ പൂർവ്വസ്ഥിതിയിലാക്കാനും പഞ്ചായത്ത് അധികൃതർ നിർബന്ധിതരായത്. ആദ്യഘട്ടമായി ബുധനാഴ്ച അഴുക്കുചാലിന്റെ പ്രവൃത്തികളാണ് നടന്നത്. JCB ഉപയോഗിച്ച് 80 മീറ്ററോളം ചാൽ പൂർവ്വസ്ഥിതിയിലാക്കി. തുടർന്ന് GSP മിശ്രിതം നിരത്തി കുഴികൾ അടയ്ക്കും. അഴുക്കുചാൽ അടഞ്ഞതിനാൽ റോഡിലൂടെയാണ് മഴവെള്ളം ഒഴുകിയിരുന്നത്. ചെർപ്പശ്ശേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ OP ടിക്കറ്റ് നിരക്കിൽ വർധനവ്. ജൂലൈ 1 മുതൽ OP ടിക്കറ്റ് നിരക്ക് 10 രൂപയായി വർദ്ധിപ്പിക്കും. കൂടുതൽ മികച്ച സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായാണ് OP നിരക്കിൽ നേരിയ വർധനവ് വരുത്തിയതെന്ന് നഗരസഭ അറിയിച്ചു. ജൂലൈ 1 മുതലാണ് ചെർപ്പശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ OP ടിക്കറ്റ് നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വരിക. നിലവിൽ 5 രൂപയായ OP ടിക്കറ്റ് നിരക്ക് 10 രൂപയായാണ് വർദ്ധിപ്പിക്കുക. കഴിഞ്ഞ HMC യോഗ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. കൂടുതൽ മികച്ച സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും മെഡിക്കൽ സേവനങ്ങളിലും പുരോഗതി വരുത്താനുള്ള നടപടികൾ നഗരസഭ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ ഫാർമസി കൗണ്ടറുകൾ സ്ഥാപിക്കുക, ലാബ് സേവനങ്ങളുടെ സമയപരിധി വർദ്ധിപ്പിക്കുക, ഡെന്റൽ എക്സ്റേ സൗകര്യം ഏർപ്പെടുത്തുക, ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ശമ്പള വർധനവ് തുടങ്ങിയവ ഏർപ്പെടുത്തുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ KT ജംസി അറിയിച്ചു. ചെർപ്പശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നമ്മുടെ കഴിഞ്ഞ HMC യോഗത്തിൻ്റെ തീരുമാനപ്രകാരം ജൂലൈ 1 മുതൽ OP ടിക്കറ്റിൽ ചെറിയൊരു നേരിയ വർധനവ് വരുത്തിയിട്ടുണ്ട്. 5 രൂപയാണ് നിലവിൽ നമ്മൾ മേടിക്കുന്നത്. അത് 10 രൂപയാക്കിയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ രോഗികൾക്ക് കൂടുതൽ നമ്മൾ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വർധനവ് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ 7 മണി മുതൽ 4 മണി വരെയായിരുന്നു നമ്മുടെ ലാബ് സൗകര്യം ഉണ്ടായിരുന്നത്. അത് നമ്മൾ 7 മണി മുതൽ 6 മണി വരെ ആക്കിയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളെ CHSയിൽ വരുന്ന രോഗികൾക്ക് മാത്രമല്ല, പുറമേ വരുന്ന രോഗികൾക്കും അവിടെ വന്നിട്ട് അതിൻ്റെ സൗകര്യം ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗികൾക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ നൽകിയിരുന്ന NCD ക്യാമ്പുകൾ ദിവസം തോറും ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും അവർക്ക് ആ ഒരു സേവനം ലഭ്യമാക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 30 ലക്ഷം ചെലവഴിച്ച് ഉണ്ടാക്കിയിട്ടുള്ള പുതിയ എക്സ്റേ യൂണിറ്റിൽ ജൂലൈ 10 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. അതിൽ ഡെന്റൽ എക്സ്റേ യൂണിറ്റ് കൂടി ഉൾപ്പെടുത്താൻ നമ്മൾ പരിഗണനയിൽ വെച്ചിട്ടുണ്ട് അടുത്ത HMC യോഗത്തിലുമായി ബന്ധപ്പെട്ട്. നിലവിൽ നമുക്ക് ഡെയിലി വരുന്ന OP വരുന്നത് 700 മുതൽ 800 വരെ ഡെയിലി നമുക്ക് സമീപ പ്രദേശങ്ങളിലും പഞ്ചായത്തുകളിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായ ഒരു ഭൗതിക സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വർധനവ് വരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാർമസിയിൽ നമുക്ക് ഇപ്പോൾ രോഗികൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കാതെ മരുന്ന് ലഭ്യമാക്കുന്നതിന് കൂടുതൽ കൗണ്ടറുകളും കൂടി ഏർപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ നിലവിൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 12ഓളം വിവിധ സാങ്കേതിക ഉദ്യോഗസ്ഥന്മാരോ സെക്യൂരിറ്റി പോലെയുള്ള ജീവനക്കാർ ജോലി ചെയ്ത് വരുന്നുണ്ട്. അവർ നിലവിൽ നമ്മുടെ ഒരു സാലറി എന്ന് പറയുന്നത് ദിവസവേതനം എന്ന് പറയുന്നത് 440 to 550 വരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞൊരു HMC തീരുമാനപ്രകാരം നമ്മളത് 700 രൂപയാക്കിയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു 5 രൂപ വർധനവ് OP ടിക്കറ്റിൽ വരുത്തിയിട്ടുള്ളത്. മുൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഇനി സാമൂഹിക നീതി വകുപ്പ് സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. മുമ്പ് PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്നപ്പോൾ AK മുസ്തഫ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുണ്ട്. മുൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ മത്സ്യബന്ധനം സാമൂഹിക നീതി വകുപ്പ് VE അബ്ദുൽ ഗഫൂറിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാവും. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി തസ്തിക സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി തസ്തികയായി പുനർനിർണയിച്ച് വിജ്ഞാപനമിറങ്ങി. AK മുസ്തഫ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്ത് ഒട്ടേറെ വേറിട്ട പദ്ധതികൾ നടപ്പാക്കിയതിലൂടെയും ശ്രദ്ധേയനാണ്. നിലവിൽ മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറിയും സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമാണ്. AK മുസ്തഫയുടെ സ്ഥാനലബ്ധി പെരിന്തൽമണ്ണയ്ക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. താലൂക്ക് വികസന സമിതി, ജില്ലാ ആശുപത്രി, HMC, ബ്ലഡ് ബാങ്ക് ഡെവലപ്മെന്റ് കമ്മിറ്റിയിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു. 2011 മുതൽ 2016 വരെ അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായും 2000 മുതൽ 2004 വരെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന നാലകത്ത് സൂപ്പിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായും AK മുസ്തഫ പ്രവർത്തിച്ചിട്ടുണ്ട്. നാട്ടിൻപുറങ്ങളിൽ അത്ര പരിചിതമില്ലാതിരുന്ന വിദേശ പഴവർഗ്ഗമായ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ തുടർച്ചയായ 3-ാം വർഷവും റെക്കോർഡ് വിളവ് നേടി മാതൃകയാവുകയാണ് അമ്പലപ്പാറ കടമ്പൂർ ലക്ഷം വീട് ജംഗ്ഷനിലെ വരിക്കോട്ടിൽ കിഴക്കേക്കര വീട്ടിൽ രാമചന്ദ്രൻ.
നാട്ടിൻപുറങ്ങളിൽ അധികം കണ്ടുവരാത്ത വിദേശ ഇനമായ അമേരിക്കൻ റെഡ് ബ്യൂട്ടി ഡ്രാഗൺ ഫ്രൂട്ട് ആണ് 3 വർഷമായി രാമചന്ദ്രൻ തന്റെ തോട്ടത്തിൽ വിജയകരമായി വിളയിച്ചു കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാലം ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട്. കഴിഞ്ഞ 2 വർഷത്തെ വിളവെടുപ്പിലും ഏകദേശം 800 കിലോയിലധികം വിളവ് നൽകിയ തോട്ടം 3-ാം വർഷത്തിലേക്ക് കടന്നപ്പോൾ അതിനേക്കാൾ മികച്ച വിളവിലേക്കാണ് കുതിക്കുന്നത്. ഈ വർഷം 1000 കിലോയിലധികം ഡ്രാഗൺ ഫ്രൂട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാമചന്ദ്രൻ. ആ പ്രതീക്ഷകൾക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ വർഷത്തെ ആദ്യത്തെ 3 വിളവെടുപ്പുകളിൽ നിന്ന് മാത്രം ഇതിനകം 300 കിലോയിലധികം പഴങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഏകദേശം 1/2 കിലോയിലധികം തൂക്കം വരും. 30 വർഷത്തിലധികം നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് രാമചന്ദ്രൻ കൃഷിയിലേക്ക് സജീവമായി ഇറങ്ങിയത്. ഡ്രാഗൺ ഫ്രൂട്ടിന് പുറമെ നെല്ല്, വാഴ, റബ്ബർ എന്നിവയും റംബുട്ടാൻ, അവക്കാഡോ തുടങ്ങിയ ഇതര വിദേശ പഴങ്ങളും ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ കോഴി ഫാമും തേനീച്ച വളർത്തലും പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്നുണ്ട്. പൂർണ്ണമായും ജൈവവളങ്ങൾ ഉപയോഗിച്ചാണ് ഇദ്ദേഹത്തിന്റെ കൃഷി പരിപാലനം. കാലിവളവും സ്വന്തം ഫാമിലെ കോഴിക്കാഷ്ടവുമാണ് പ്രധാനമായും വളമായി നൽകുന്നത്. ചിലവ് കുറഞ്ഞതും എന്നാൽ കൃത്യമായി പരിപാലിച്ചാൽ മികച്ച രീതിയിൽ സ്ഥിരവരുമാനം തരുന്നതുമാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെന്ന് രാമചന്ദ്രൻ അനുഭവത്തിൽ നിന്ന് പറയുന്നു. ഞാൻ ഇത് തുടങ്ങിയിട്ട് 3 വർഷമായി. ഈ വർഷം തന്നെ 3ാമത്തെ വിളയാണ്, വിളവെടുപ്പാണ്. ഇത് തിരക്കടില്ലാത്ത വിളവ് ഇപ്പം തന്നെ ഉണ്ട്. ഇപ്പോൾ ഇത് 100-150 കിലോ പറക്കണം. പിന്നെ തിരക്കടില്ലാത്ത വിള പന്നിയുടെ അല്ലെങ്കിൽ മയിലിൻ്റെ കുരങ്ങിൻ്റെ ശല്യങ്ങളൊന്നും ഇതിലില്ല. ഇത് തുടർച്ചയായിട്ട് 10-25 വർഷം കിട്ടുമെന്നാണ് പറയുന്നത്. കണ്ടാലും അങ്ങനെ തോന്നുന്നുണ്ട്. അത് തുടരാൻ തന്നെയാണ് പ്ലാൻ. വാർഡ് മെമ്പർ എ വിജിതയും രാമചന്ദ്രന്റെ വിജയ തുടർച്ച കാണാൻ കൃഷിസ്ഥലം സന്ദർശിച്ചിരുന്നു. നാടിന് അഭിമാനമാണ് രാമചന്ദ്രന്റെ ഈ പരീക്ഷണ വിജയമെന്ന് വിജിത പറഞ്ഞു. കിഴക്കേക്കര രാമചന്ദ്രേട്ടൻ്റെ വീട്ടിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലാണ് നിൽക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന ആളാണ് രാമേന്ദ്രേട്ടൻ. 800 തൈകളാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം തൊടിയിൽ തന്നെയാണ്, സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മയില്, പന്നി, കുരങ്ങ് ഇവരുടെ ഒന്നും ശല്യം ഈ ഒരു കൃഷിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയൊരു ആശ്വാസം തോന്നി. അതുകൊണ്ട് തന്നെ ഒരു വർഷം 800 കിലോ വരെയൊക്കെ സെയിൽ ചെയ്യാൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 1 മാസം കൊണ്ട് 8 തവണ, 3ാമത്തെ തവണ ആണ് ഇപ്പോൾ കൃഷി വിളവെടുപ്പ് നടന്നിരിക്കുന്നത്. അപ്പം നാളെ 3ാമത്തെ വിളവെടുപ്പാണെന്ന് തോന്നുന്നു. അപ്പം ഇന്ന് രാമേന്ദ്രേട്ടൻ വിളിച്ചറിയിച്ചപ്പോൾ വന്ന് കാണാനായിട്ട് വന്ന് കണ്ടപ്പോൾ വലിയ സന്തോഷമാണ് തോന്നിയത്. ഇന്ന് മാർക്കറ്റിലൊക്കെ ഒരുപാട് വില കൊടുത്ത് നമ്മൾ മേടിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് സ്വന്തം നാട്ടിൽ ഇങ്ങനെ കൃഷി ചെയ്ത് നമ്മൾ ഈ അടുത്തുള്ളവർക്ക് ഇത്ര സുലഭമായിട്ട് കിട്ടുന്നു എന്നുള്ളതിലും അതിലേറെ മറ്റ് രാസവളങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും ആരോഗ്യകരമായ രീതിയിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് കൃഷി ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലും അതിയായ സന്തോഷം തോന്നി. എന്തായാലും രാമേന്ദ്രേട്ടൻ തന്നെ അതിനെക്കുറിച്ച് 2 വാക്ക്, എത്ര വർഷമായി ഇത് ചെയ്യുന്നു? ഞാനൊരു 3 വർഷമായി ചെയ്യുന്നുണ്ട്. കൃഷി മുഖേനയാണ് തുടക്കം. തുടർച്ചയായ 3ാം വർഷവും വൻ വിജയമായി തുടരുന്ന രാമചന്ദ്രന്റെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി കാണാനും ഗുണമേന്മയുള്ള അമേരിക്കൻ റെഡ് ബ്യൂട്ടി തൈകൾ സ്വന്തമാക്കാനുമായി നിരവധി ആളുകളാണ് കൃഷിസ്ഥലത്തേക്ക് എത്തുന്നത്. മണ്ണറിഞ്ഞധ്വാനിച്ചാൽ പ്രവാസ ജീവിതത്തെക്കാൾ സംതൃപ്തിയും വരുമാനവും നാട്ടിൽ തന്നെ നേടാമെന്ന് തെളിയിക്കുകയാണ് ഈ കർഷകൻ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അഖില കേരള എഴുത്തച്ഛൻ സമാജം ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അനുമോദന സദസ്സും വൈവാഹിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ഞായറാഴ്ച രാവിലെ 9:30 നടക്കും. കൂനത്തറ സൗഹൃദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി മന്ത്രി KA തുളസി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SSLC, +2, ഡിഗ്രി, PG തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ത്രിതല പഞ്ചായത്ത് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമുദായ അംഗങ്ങളെയുമാണ് ചടങ്ങിൽ ആദരിക്കുക.
ഞായറാഴ്ച രാവിലെ 9:30 കൂനത്ര സൗഹൃദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തീയതി ഞായറാഴ്ച നമ്മുടെ കൂനത്തറ സൗഹൃദം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു ആദരവ് 2026 അനുമോദന സദസ്സ് പരിപാടിയാണ്. അതായത് SLC +2 കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും അതേപോലെ തന്നെ സമുദായത്തിലെ വ്യത്യസ്തമായ മേഖലകളിൽ വിശിഷ്ട സേവനം കാഴ്ചവെച്ചവരെ, അതേപോലെ തന്നെ ഡോക്ടറേറ്റ് കിട്ടിയ ആളുകൾ, PhD ഹോൾഡേഴ്സ്, അങ്ങനെ അവർക്ക് ഒരു ആദരവ് കൂടി നൽകുന്ന ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി തുളസി ടീച്ചറാണ്. പിന്നെ ഈ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടും ഇതുവരെ നേരത്തെ ഇല്ലാത്തതുമായ എഴുത്തച്ഛൻ സമുദായത്തിനുള്ള ഒരു വെബ്സൈറ്റിന്റെ ഉദ്ഘാടനമുണ്ട്. എഴുത്തച്ഛനെ കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് അറിയാനും ഒരുപാട് പ്രവർത്തനങ്ങൾ എഴുത്തച്ഛൻ സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. നിലവിൽ ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ടും അതേപോലെ തന്നെ നമ്മൾ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ ഇടപെടുന്നത് സംബന്ധിച്ചും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഇന്ന് സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന സമുദായത്തിന്റെ വിഷയമായ വിവാഹം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധി വെബ്സൈറ്റുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ എഴുത്തച്ഛൻ സമുദായത്തിൻ്റെതായ ഒരു വെബ്സൈറ്റ് ഇല്ല. അപ്പൊ അതുകൂടി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഒരു ഉദ്ഘാടനം കൂടിയാണ് മന്ത്രി നിർവഹിക്കാനാണ് വന്നു ചേർന്നത്. ഇതുകൂടാതെ സമുദായത്തിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ കൂടി ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ താലൂക്ക് ജില്ലാ പ്രസിഡന്റ് K സോമസുന്ദരൻ, സെക്രട്ടറി രമേശ് കോളേരി, ട്രഷറർ PK സുജേഷ്, N നാരായണൻകുട്ടി, K കൃഷ്ണനുണ്ണി, CP ജയരാജ് എന്നിവർ പങ്കെടുത്തു. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ രണ്ടാമത്തെ മേൽനടപ്പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി. അമൃത് ഭാരത് സ്റ്റേഷൻ യോജന പദ്ധതിയിൽ 4 കോടി രൂപ ചെലവഴിച്ചാണ് മേൽനടപ്പാലം നിർമ്മിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് കൂടി പോകാൻ സൗകര്യത്തിന് റാമ്പും പുതിയ മേൽപ്പാലത്തിൽ ഒരുക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. ഈ പദ്ധതിയിൽപ്പെട്ടതാണ് രണ്ടാമത്തെ മേൽനടപ്പാലം നിർമ്മാണം. ഈ മേൽനടപ്പാലത്തിന്റെ കോൺക്രീറ്റ് തൂണുകൾ നേരത്തെ നിർമ്മിച്ചിരുന്നു. ഇപ്പോൾ സ്റ്റീൽ ഗർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. അമൃത് ഭാരത് സ്റ്റേഷൻ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചിലവഴിച്ചാണ് മേൽനടപ്പാലം നിർമ്മിക്കുന്നത്. അമൃത് സ്റ്റേഷൻ യോജന പദ്ധതിയിൽ സ്റ്റേഷനിൽ ഒട്ടേറെ വികസന പദ്ധതികൾ നടപ്പാക്കിയെങ്കിലും രണ്ടാമത്തെ മേൽനടപ്പാലത്തിന്റെ നിർമ്മാണം നീണ്ടുപോവുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമുകളുടെ മധ്യഭാഗത്തായി നിലവിൽ ഒരു മേൽനടപ്പാലമുണ്ട്. എല്ലാ യാത്രക്കാർക്കും നിലവിലെ മേൽപ്പാലം വഴി പോവുക സാധ്യവുമല്ല. നിരവധി യാത്രക്കാർ ദിവസവും റെയിൽവേ സ്റ്റേഷൻ ഓഫീസിനോട് ചേർന്നുള്ള എഞ്ചിൻ സ്റ്റോപ്പ് ഭാഗത്തെ റെയിൽവേ പാളത്തിലൂടെ മുറിച്ചു കടക്കുന്നത് പതിവാണ്. എളുപ്പത്തിൽ FCI ഡിപ്പോ റോഡിലൂടെ പ്രധാന റോഡിലേക്ക് എത്തുന്നതിനാണ് യാത്രക്കാർ പാളം മുറിച്ചു കടക്കുന്നത്. അശ്രദ്ധയോടെ പാലം മുറിച്ചു കടക്കുമ്പോൾ അപകടങ്ങൾക്ക് വഴിവെക്കും. പുതിയ നടപ്പാലത്തിൽ ഭിന്നശേഷിക്കാർക്ക് കൂടി പോകാൻ സൗകര്യത്തിന് റാമ്പ് സൗകര്യവും ഒരുക്കും. 3 മാസത്തിനകം മേൽനടപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും. ഒരു ചെറിയ ഇടവേള കൂടി. കൂടുതൽ വാർത്തകൾ നോക്കാം. വായനാ ദിനത്തിൽ വിപുലമായ പരിപാടികളുമായി ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിലെ NSS റേഞ്ച് റോവർ യൂണിറ്റുകളുടെയും മലയാള വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ചാണ് ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചത്. വായനാ ദിനത്തിൽ ചേർന്ന പ്രത്യേക അസംബ്ലിയിൽ വായനാ ദിന പ്രതിജ്ഞ, കവിതാലാപനം, പത്രവായന, പ്രസംഗം തുടങ്ങിയ വിവിധ പരിപാടികൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചു. സ്കൂൾ ലൈബ്രറിയിലെ 1000-ഓളം വരുന്ന പുസ്തകങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ സലീം പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ NSS വോളണ്ടിയർമാർ ശേഖരിച്ച പുസ്തകങ്ങൾ ചെറുപ്പശ്ശേരി ALP സ്കൂളിലെ കുട്ടികൾക്ക് ക്ലാസ് റൂം ലൈബ്രറികൾ ഒരുക്കുന്നതിനായി കൈമാറി. ക്യൂസ് മത്സരം, പ്രസംഗ മത്സരം, വാർത്താ വായനാ മത്സരം തുടങ്ങിയ വിവിധ മത്സര പരിപാടികളും വായനാ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ആൽഫീന, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർമാരായ സുജിത്, അഞ്ജുന, ഇംഗ്ലീഷ് അധ്യാപകനായ സതീഷ്, മലയാളം അധ്യാപകരായ പാത്തുമുത്തു, റേഞ്ചർ റോവർ ലീഡർമാരായ ഹെന, സതീഷ്, അധ്യാപകരായ ഉമേഷ് കുമാർ, സജീവ് കുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ചെറുപ്പശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചെറുപ്പശ്ശേരി പോലീസ് സ്റ്റേഷൻ SHO കവിരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ, ഐഡിയൽ NSS യൂണിറ്റ്, ഐഡിയൽ ആന്റി നാർക്കോട്ടിക് സെൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ചെർപ്പുളശ്ശേരി SHO കവിരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ അടിവേരിളക്കാനായിട്ട് ഒരു പക്ഷേ പരിധി വരെ ഇതിപ്പ് വരെ കഴിഞ്ഞിട്ടില്ല, ഇനിയും കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ പിന്നാക്കം പോകുന്നില്ല, പക്ഷേ ഇതിന്റെ വേരിളക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരെയുള്ള ഒരു നമ്മുടെ എഫർട്ട് വെച്ചിട്ട് ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഒന്നുകൂടി ആത്മാർത്ഥമായിട്ട് ഇടപെട്ടാൽ സമൂഹത്തിന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഇതിന്റെ റൂട്ട് ഉൾപ്പെടെ നശിപ്പിച്ചു കളയാം എന്നുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹത്തിലാണ് നമ്മൾ ഓരോരുത്തർ നിൽക്കുന്നത്. അതിന് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം, ഉണർന്ന് പ്രതികരിക്കണം. കാരണം ഇതൊരു ഇന്റർനാഷണൽ ബിസിനസ്സാണ്. ഡ്രഗ്സിന്റെ ബിസിനസ് എന്ന് പറയുന്നത് വലിയൊരു വ്യാപാരമാണ്. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാരം എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്, മനുഷ്യക്കടത്താണ്. അതിനുശേഷമുള്ള ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾ സ്വർണ്ണമോ അങ്ങനെയുള്ള സാധനമൊന്നുമല്ല, ഡ്രഗ്സിന്റെ ബിസിനസ്സാണ്. ലോകരാജ്യങ്ങളെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറെ ആളുകൾ ഇതിന്റെ പിന്നിൽ വലിയൊരു കച്ചവടമായി ഉപയോഗിക്കുകയാണ്. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദിൻ അധ്യക്ഷത വഹിച്ചു. മാങ്ങോട് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ വിഷ്ണു കെ ലഹരി വസ്തുക്കളുടെ ദൂഷ്യഫലങ്ങൾ, മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന മാനസിക വൈകല്യങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിവിരുദ്ധ സന്ദേശം വ്യാപിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിപാടി സഹായകമായി. പരിപാടിയിൽ ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് P, സാബിദ് PA തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള ജില്ലാതല ബോധവൽക്കരണ പരിപാടി കൂടിയായിരുന്നു ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. കരിമ്പുഴയിൽ പനി കേസുകൾ നിയന്ത്രണ വിധേയമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ്. പുതിയ കേസുകൾ കുറഞ്ഞു. കഴിഞ്ഞ ദിവസം പനി ബാധിച്ച് മരിച്ചയാൾക്ക് H1N1 എന്ന് സ്ഥിരീകരണം. മഞ്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 16 കിലോയിലധികം കഞ്ചാവുമായി മേലാറ്റൂർ സ്വദേശി പിടി. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിടികൂടിയത് സാഹസികമായി. മുണ്ടൂർ തൂതാപാതയിലെ അശാസ്ത്രീയമായ ഡ്രെയിനേജ് നിർമ്മാണം. മഴ പെയ്താൽ തിരുവാടിയോടെ വെള്ളവും ചെളിയും ഒഴുകിയെത്തുന്നത് കടകൾക്കുള്ളിലേക്ക്. ദുരിതത്തിലായി വ്യാപാരികൾ. നിർമ്മാണ സമയത്ത് തന്നെ പ്രശ്നം ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ ചെവിക്കൊണ്ടില്ലെന്ന് നാട്ടുകാർ. സ്വകാര്യ പങ്കാളിത്തത്തോടെ പെരിന്തൽമണ്ണ KSRTC ഡിപ്പോ നവീകരിക്കുന്നു. അടുത്ത 5 വർഷത്തേക്ക് ഡിപ്പോയുടെ നവീകരണ പ്രവൃത്തികൾ പ്രമുഖ ആശുപത്രിക്ക് നൽകി. ഇരു സ്ഥാപനങ്ങളും ധാരണാപത്രം ഒപ്പുവെച്ചു. സിഗ്നൽ സ്ഥാപിച്ചിട്ടും കൊപ്പം ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനായില്ല. ട്രാഫിക് കമ്മിറ്റി യോഗം വിളിച്ച് പഞ്ചായത്ത് കൂടുതൽ ഗതാഗത പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.